നമ്മുടെ അടുത്ത തൊടുകറി ഓലനാണ് കേട്ടോ. ഓലൻ എന്ന് കേൾക്കുമ്പോഴേ ഒരാഠ്യത തോന്നുന്നില്ലേ? നമ്മുടെ ഈ ഓലന് മഹാകവി തോലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ശങ്കിക്കട്ടെ. തോലനും ഓലനും തമ്മിൽ ഒരു ചാർച്ചയുമില്ല കേട്ടോ. ഒരു കാലത്ത് മലയാളിയുടെ വീട്ടുവളപ്പിലെ മരങ്ങളിൽ ചുറ്റിപ്പിടിച്ച് കയറി വെറുതെ കായ്ച്ചു കിടന്നിരുന്ന കൂശ്മാണ്ഡം എന്ന കുമ്പളങ്ങയാണ് ഓലനിലെ പ്രധാനി. ചെത്തി കുരു കളഞ്ഞ് കഴുകിയെടുത്ത കുമ്പളങ്ങ നേരിയ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണം നന്നായി കഴുകി അരിഞ്ഞ് കറിവേപ്പിലയും വിട്ട് അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകി അമ്മിയിൽ നന്നായി ഒതുക്കിയെടുത്ത് തേങ്ങാപ്പാലായി പിഴിഞ്ഞ് വെന്ത് പാകമായ കുമ്പളങ്ങയിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓണസദ്യയിലെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാബേജ് തോരൻ വെക്കാം. തമിഴ്നാട്ടിലെ കൃഷിത്തോട്ടത്തിൽ നിന്നും ചരക്ക് ലോറി കയറി വന്ന ഒരു കാബേജിനെ തോരനാക്കാനായിട്ട് തൊലി ഉരിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കാബേജിലേക്ക് 4 പച്ചമുളക് കൂടി അരിഞ്ഞു ചേർത്ത് 2 തണ്ട് കറിവേപ്പില ശുദ്ധജലത്തിൽ സ്നാനപ്പെടുത്തിയെടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഒരു നുള്ളു കടുക് പൊട്ടിച്ച് 4 വറ്റൽമുളക് കീറിയിട്ട് മൂപ്പിച്ചതിലേക്ക് അരിഞ്ഞു വെച്ച കാബേജ് ഇട്ട് നേരത്തെ ചിരകി വെച്ച അരമുറി തേങ്ങ ഇട്ട് ഇളക്കി ചെറു ചൂടിൽ വേവിച്ചെടുക്കുക. ഇത്ര സിമ്പിളായിരുന്നു നമ്മുടെ തോരൻ. അപ്പോൾ നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓണപ്പായസം പലതരത്തിലും തയ്യാറാക്കാം. അടപ്രഥമൻ, ഗോതമ്പ്, പാലട, പഴം എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടത്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് പാലട പായസമാണ്. പാലട പായസത്തിന് ആവശ്യമായ അട നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ഉരുളിയിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാൻ വെക്കുക. അട വേവായാൽ അതിലേക്ക് 2 ലിറ്റർ പാലൊഴിച്ച് തിളപ്പിക്കുക. ഇനിയും ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളയ്ക്കുമ്പോഴേക്കും ചീനച്ചട്ടിയിൽ അല്പം നെയ്യൊഴിച്ച് അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് പാതി വറവായാൽ അല്പം ഉണക്കമുന്തിരി ചേർത്ത് വറുത്ത് മാറ്റി വെക്കുക. ഏലക്ക പൊടിച്ചത് ചേർക്കാം. പാലും അടയും നന്നായി വെന്ത് കുറുകി തുടങ്ങിയാൽ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഉരുളിയിലേക്കിട്ട് നന്നായി കുറുകി കഴിഞ്ഞാൽ നമ്മുടെ പാലട പായസം റെഡിയായി കേട്ടോ. കട്ട തൈര് ഉടച്ച് അല്പം ഉപ്പും കറിവേപ്പിലയും ചേർത്ത് വിളമ്പാനുള്ള മോര് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഓണവിഭവങ്ങളിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ് പപ്പടം. വെളിച്ചെണ്ണയിൽ പൊള്ളിച്ചെടുക്കുന്ന പപ്പടം സദ്യക്കുള്ള ഇലയിൽ ഇടം പിടിച്ചാലേ ഓണസദ്യ പൂർണ്ണമാവുകയുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടവിഭവമായ പപ്പടം വെളിച്ചെണ്ണയിൽ പൊള്ളിച്ച് എടുക്കാം.
ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം.